പ്രൈസ് ലോർഡ്. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനിയും സഹജേ? ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനിയും സഹജേ? നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോർ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനിയും സഹജേ? കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ. കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനിയും സഹജേ? ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനിയും സഹജേ? ആമീൻ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോർ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനിയും സഹജേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഈ സന്ധ്യയായ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹനീയം എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ സർവകൃപാലുവായ ദൈവം തന്ന ഭാഗ്യപദവി ഓർക്കുമ്പോൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ വീക്ഷിക്കുന്ന എല്ലാ മാന്യരായ സഹോദരി സഹോദരന്മാർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2021 നാം പരിശോധിക്കുമ്പോൾ വേദനയുടെയും കഷ്ടതയുടെയും നഷ്ടങ്ങളുടെയും വർഷമായിരുന്നു. എന്നാൽ ദൈവത്തെ വാസ്തവമായി പിൻപറ്റുന്ന, ദൈവത്തെ വാസ്തവമായി ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന് പറയുവാൻ കഴിയും, നമ്മൾ എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 22 അധ്യായം അതിൻ്റെ 21 വാക്യം. ബിലെയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ പോയി. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. പ്രൈസ് ദി ലോർഡ്. ബിലെയാം ആരാണ്? നമുക്കറിയാം, ബിലെയാം ഒരു പ്രവാചകനാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകനായ ബിലെയാം പോകേണ്ടാത്ത വഴിയിൽ കൂടി പോയപ്പോൾ ദൈവിക കോപം ബിലെയാമിൻ്റെ മേൽ ജ്വലിച്ചു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ പോയി. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ബിലെയാമേ, നീ ഒരു പക്ഷേ പ്രവാചകനായിരിക്കും.
ജനത്തോട് അരുളപ്പാട് പറയുന്നവനായിരിക്കും. എന്നാൽ ദൈവഹിതമല്ലാത്ത വഴിയിൽ കൂടി പോയി കഴിഞ്ഞാൽ ദൈവിക കോപം ജ്വലിക്കുക തന്നെ ചെയ്യും. ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കണേ. നമ്മളിലേക്കൊന്ന് കടന്നു വരണമേ. പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമ്മുടേതായി വഴികളെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വഴിയെ തിരഞ്ഞെടുത്ത് നടന്നില്ല എങ്കിൽ ഈ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിൽ ദൂത് കൈമാറുന്നു. ബിലയാമിന് സംഭവിച്ചത് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവിക കോപം ബിലയാമിന്റെ നേരെ ജ്വലിച്ചു. ബിലയാമിന് ഇഷ്ടമുള്ള വഴിയിൽ കൂടി സഞ്ചരിച്ചു. എന്നാൽ ദൈവത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. അത് കാരണം എൻ്റെ ഒരു ചിന്ത പറയുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ബിലയാമിൻ്റെ സ്വന്തം ആലോചന പ്രകാരം ബിലയാം സഞ്ചരിക്കുവാൻ ഇടയായി. അടുത്ത വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവിക ദൂതൻ ബിലയാമിന് തടസ്സമായി നിന്നു. പലപ്പോഴും ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ ഇരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അത് ദൈവത്തിൻ്റെ ഹിതം അല്ല എന്ന്. ഈ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിൽ ഈ വചനത്തെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ യൗവനക്കാരാ, അർത്ഥാരമനഘടക ശന്തുനി, ദൈവത്തിൻ്റെ വഴിയെ ഈ നാളുകളിൽ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്: യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. ബിലയാമിന് ആ യാത്രയ്ക്ക് തടസ്സമായി, ആ യാത്ര ദൈവഹിതമല്ലെന്ന് അറിയിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ അവിടെ നിന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമേറിയ സ്ഥലത്തേക്കാണ് ബിലയാമേ നീ പോകുന്നത് എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ബിലയാമിൻ്റെ മുമ്പിൽ ദൈവിക ദൂതൻ വാളുമായി നിന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ? പോകേണ്ടാത്ത വഴിയിൽ പോകുമ്പോൾ ദൈവം ചില ദൂതന്മാരെ അയച്ച് അതങ്ങനെ അല്ല എന്ന് പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ അപകടങ്ങൾ നിശ്ചയമാണ്. അർത്ഥനാരകൽഖമന ഘടകം അവിടെ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ദൂതൻ വഴിയിൽ അവർ പ്രതിയോഗിയായി നിന്നു. അടുത്ത കേൾക്കണോ? അവനോ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ബിലയാമിൻ്റെ വാഹനമായ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഇവിടെ താഴോട്ട് കടന്നു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായി നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് ബിലയാമല്ല കണ്ടത്. ബിലയാം വാഹനമായി ഉപയോഗിച്ച കഴുതയാണ് കണ്ടത്. ഒന്ന് ശ്രദ്ധിക്കണമേ. ആ ബിലയാമിന് കാണുവാൻ കഴിയാത്തത് കഴുത കണ്ടത് ദൈവത്തിൻ്റെ ദൂതൻ പ്രൈസ് ദി ലോർഡ് വാളുമായി നിൽക്കുന്നു. ഓ റംഷൽ ഖമനഘടകം. ബിലയാമേ, നീ ഒരു പക്ഷേ വീണ്ടും ദൂത് കൈമാറിക്കള്ളട്ടെ. നീ ജനത്തോട് അരുളപ്പാട് പറയുന്നവനാ. എന്നാൽ നിനക്ക് കാണുവാൻ കഴിയാത്തത് നീ വാഹനമായി ഉപയോഗിച്ച കഴുത കണ്ടു. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഈ കഴുതയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. ഈ കഴുത പ്രൈസ് ദി ലോർഡ് യജമാനൻ്റെ ഇഷ്ടപ്രകാരം
യജമാനൻ എന്തു പറയുന്നു അതുപോലെ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു മൃഗമാണ്. ആരോടും ഒരു പരിഭവമില്ല. തൻ്റെ ചുമരിൽ എത്ര ഭാരം വെച്ചെന്ന് പറഞ്ഞാലും അതിനെതിരെ ഈ കഴുത പ്രതികരിക്കത്തില്ല. ഉറമാശകൽക്കമന. എന്നാൽ ഈ കഴുതയ്ക്ക ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെട്ട് വാളുമായി നിൽക്കുന്നത് കണ്ടത്. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നത്, താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, കഴുത വഴിയിൽ നിന്ന് വയലിലേക്ക് പോയി. ഇത് അപകടമേറിയതാണെന്ന് ബിലെയാമേ നിനക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ നീ വാഹനമായി ഉപയോഗിച്ച കഴുതയ്ക്കും മനസ്സിലായി. കഴുത വഴി മാറി എന്ത് ചെയ്തു? വയലിലേക്ക് പോയി. 1-ാം പ്രാവശ്യം വയലിലേക്ക് പോയി. അടുത്തതായി താഴോട്ട് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളെ ഇടുക്ക് വഴിയിൽ നിന്നപ്പോൾ കഴുത എന്തു ചെയ്യുന്നറിയോ? മതിലിനരികെ ഒതുങ്ങി നിന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ബിലെയാമേ, നീ ഒരു പക്ഷേ എൻ്റെ യജമാനനായിരിക്കും. എന്നാൽ നിന്നേക്കാൾ ഉയരത്തിൽ വലിയവൻ ഒരുവൻ ദൂതനെ എനിക്ക് മുമ്പിൽ അയച്ചിട്ടുണ്ട്. ആ ദൂതന്റെ ആലോചനയെ എനിക്ക് ഈ പ്രാവശ്യം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. വീണ്ടും പറഞ്ഞു കൊള്ളട്ടെ, നീ എൻ്റെ ഉടയവനായിരിക്കും, എൻ്റെ യജമാനനായിരിക്കും. എന്നാൽ നിന്നേക്കാൾ വലിയ ഒരുവൻ, സ്വർഗത്തിലെ ദൈവം എനിക്ക് മുമ്പിൽ അയച്ചു. എന്നാൽ ബിലെയാമേ, നിനക്ക് ഇതുവരെയായിട്ടും ഹല്ലേലൂയ, ആ ദൈവിക ദൂതനെ നിനക്ക് കാണുവാൻ കഴിഞ്ഞില്ല കേട്ടോ. ഈ രാത്രികാലം പരിശുദ്ധയാത്മാവ് വീണ്ടും ദൂത് കൈമാറുന്നു. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് നാം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ബിലെയാമിന് വെളിപ്പെടാത്തത്, പ്രൈസ് ദി ലോർഡ്, ഈ കഴുതയ്ക്ക് വെളിപ്പെട്ടു. അതരഘടകം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ താഴോട്ട് വരുമ്പോൾ വീണ്ടും കാണുവാൻ സാധിക്കുന്നത്, 3-ാമത്തെ വട്ടം അതിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലിനരികെ ഒതുങ്ങി. ബിലെയാമിൻ്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെക്കി. കാരണം മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. കഴുത എന്ത് ചെയ്തു? ബിലെയാമിൻ്റെ കാല് മതിലിനോട് ചേർത്ത് ഞെക്കി. യജമാനനെ, നീ എന്ത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ യാത്ര തടസ്സമുള്ളതാ. ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ മുമ്പിൽ വാളുമായി പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ ദൂതന്റെ ആജ്ഞയ്ക്കനുസരിച്ച് എനിക്ക് പോകുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അൽഖമന റമനഘടക ശംഖരാജക. സ്തോത്രം. ആ ദൈവിക ശബ്ദം, ആ ദൈവിക വെളിപ്പാട് ഈ ദിനങ്ങളിൽ നാം പ്രാപിക്കണം കേട്ടോ. 2-ാമത്തെ പ്രാവശ്യം കഴുത ബിലെയാമിനെ മതിലിനോട് ചേർത്ത് ഞെക്കിയെന്ന് കാണുവാൻ കഴിയുന്നു. യജമാനെ, എന്തു തന്നെ പറഞ്ഞാലും എനിക്ക് പോകുവാൻ കഴിയത്തില്ല മുന്നോട്ട്. കാരണം ദൈവിക ദൂതൻ എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. പലപ്പോഴും എനിക്കും നിങ്ങൾക്കും ആ ദൈവിക ദൂതനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ദൈവിക ശബ്ദം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതരാമനക ഈ നാടുകളിൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറിക്കൊള്ളട്ടെ. ദൈവിക ശബ്ദം, പ്രൈസ് ദി ലോർഡ്, ദൈവിക ദൂതനെ നാം തിരിച്ചറിയുവാൻ തയ്യാറാകണം. മുമ്പിൽ അപകടങ്ങൾ വരുമ്പോൾ, മുമ്പിൽ പോകണ്ടാത്ത സ്ഥലത്ത് പോകുമ്പോൾ, മകനെ മകളെ അരുത് എന്നുള്ള ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ വീണ്ടും ആ അപകടം നിറഞ്ഞ വഴിയെ പോകരുതേ. പോകരുതേ. പ്രൈസ് ദി ലോർഡ്, പോകരുത്. പ്രൈസ് ദി ലോർഡ്, അത് നാം മനസ്സിലാക്കണം കേട്ടോ. അടുത്തതായി കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രൈസ് 25-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു,
കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലിനരികെ ഒതുങ്ങി. ബിലെയാമിന്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെക്കി. ബിലെയാം അതിനെ വീണ്ടും അടിച്ചു. എനിക്ക് ആ പദം ഒന്ന് വളരെ ചിന്തിപ്പിച്ചു. ബിലെയാമെ, നീ എത്ര അടിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് വിവേചന ശക്തിയില്ലാത്ത, ആത്മാവില്ലാത്ത ഈ മൃഗത്തിന് തിരിച്ചറിവ് ഉണ്ടായി. സ്തോത്രം. അംശൽ കമന ഘടകം. ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. റംഷ ലഗതുനി. ഒരു മൃഗത്തിന് ദൈവിക ദൂതനെ കാണുവാൻ കഴിഞ്ഞെങ്കിൽ അംശൽ കമന, ഇന്ന് ചിലരെ നോക്കി നാം വിധി എഴുതും, അവൻ ഇത്രയാകത്തുള്ളത്. കുഞ്ഞെ, വിധി എഴുതരുതേ. നിന്റെ വിധിയെ റംഷൽ ഖമാനകത്തുനി, ലോകം വിധിക്കുന്ന വിധിയെ എൻ്റെ സ്വർഗത്തിലെ പിതാവ് മാറ്റിക്കുറിക്കുന്ന നാളുകളാ. ഈ മഹനീയം ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ള ദൈവദാസന്മാരെ, പ്രൈസ് ദി ലോർഡ്, സഹോദരങ്ങളെ, ഗ്രൂപ്പ് മെമ്പേഴ്സായ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ആത്മാവിൽ ദൂത് കൈമാറുന്നു. ദൈവത്തിന്റെ വഴിയെ ഈ ദിവസങ്ങളിൽ നടക്കാവൂ. ദൈവഹിതം എന്തെന്ന് ഈ നാടുകളിൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതരമന ശംധര റിഗൽതുനി. പിന്നെ നമ്മൾ കടന്നു വരുമ്പോൾ, മൂന്നാമതായി കടന്നു വരുമ്പോൾ ഇപ്രകാരം കാണുന്നു. അതിന് 26-ാം വാക്യത്തിൽ, പിന്നെ യഹോവയുടെ ദൂതൻ മുൻപോട്ട് ചെന്നു, ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്ക വഴിയിൽ നിന്നു. അടുത്തത് ഇടുക്ക വഴിയിൽ നിന്നു. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. 2 പ്രാവശ്യവും ബിലെയാം പറഞ്ഞത് ബിലെയാമിന്റെ വാഹനമായ കഴുത അനുസരിച്ചില്ല. കാരണം കഴുതയ്ക്ക് ബിലെയാമിന് കിട്ടാത്ത വെളിപ്പാട് കഴുതയ്ക്ക് കിട്ടി. റീമാന ശംതുനി റഗൽത്തിനി. ഈ നാളുകളിൽ ആർക്കും കിട്ടാത്ത വെളിപ്പാട് കുഞ്ഞെ നീയും ഞാനും പ്രാപിക്കണം. അത് പ്രാപിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാകട്ടോ. അതരമന ഘടക ശന്തന. അത് പ്രാപിക്കണമെങ്കിൽ ചില കഴുത എന്ന പേര് കേൾക്കേണ്ടി വരും കേട്ടോ. കഴുത എന്ന പേര് കേൾക്കേണ്ടി വരും. അർത്ഥന റഗൽത്തന. എങ്കിലേ ആ ദൈവിക വെളിപ്പാട് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. റഗൽത്തുനി അന്തരം ജരദന. 26-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. 3-ാം പ്രാവശ്യം കഴുത എന്ത് ചെയ്തു? മുന്നോട്ട് പോകത്തില്ല. യജമാനനെ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും, യജമാനനെ നിങ്ങൾ എന്നെ തല്ലി എന്ന് പറഞ്ഞാലും ഞാൻ ദൈവിക ദൂതന്റെ മുമ്പിൽ നിന്ന് ഞാൻ പോകത്തില്ല. എനിക്ക് പോകുവാൻ കഴിയത്തില്ല, കാരണം അപകടങ്ങളേറെയാണ് എന്ന് പറഞ്ഞ് അംശൽ ഖബന ഘടക ഷെതൽ ഖമാനകം ഈ കഴുത ഈ യജമാനന്റെ കീഴെ എന്ത് ചെയ്തു? കിടന്നു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വചനം പറയുമ്പോൾ അർത്ഥൽ ഖമന, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള ദൂതിന്റെ മുമ്പിൽ, ആലോചനയ്ക്ക് മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കണം കേട്ടോ. ഈ നാളുകളിൽ വീണ്ടും പരിശുദ്ധയാത്മാവിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൂത് കൈമാറുന്നു. പോകുന്ന വഴി അപകടം നിറഞ്ഞതാണെങ്കിൽ പോകരുതേ, തെറ്റായ രീതി സഞ്ചരിക്കരുതേ. അംശൽ ഗമന ഘടകം അതുരജന ഘടക ശംതുന റീഗൽ ഖമന. ഈ രാത്രിക്കാന പരിശുദ്ധയാത്മാവ് അങ്ങനെ ദൂത് കൈമാറുന്നു. തെറ്റായ രീതി സഞ്ചരിക്കരുതേ. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിയേ മുൻപോട്ട് പോകാവൂ. ഈ കഴുത ആ യജമാനന്റെ മുമ്പിൽ കിടന്നു കളഞ്ഞു. എന്നിട്ടും ഈ യജമാനനായ ബിലെയാമിന് മനസ്സിലായില്ല. ഒന്നോർത്ത് വീണ്ടും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പ്രവാചകനൊക്കെ ശരിയാ, എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ
ബിലെയാമിന് തിരിച്ചറിയുവാൻ താമസമുണ്ടായി. എന്നാൽ തിരിച്ചറിവില്ലാത്ത ബിലെയാം വാഹനമായി ഉപയോഗിച്ച കഴുതയ്ക്ക് തിരിച്ചറിഞ്ഞു. റോംഷോ കൊറിയ ലഗറ്റുനി അന്തൽക്കമന രക്തത്താൽ ജയമെടുക്കുന്നു. അടുത്തതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ബിലെയാമിൻ്റെ കോപം കഴുതയുടെ നേരെ അങ്ങ് ജ്വലിച്ചു. എന്ത് പറഞ്ഞിട്ടും ഈ കഴുത അനുസരിക്കുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമാണെന്ന് കരുതി ബിലെയാം തീറ്റിപ്പോറ്റുന്ന ഈ കഴുതയെ ബിലെയാം അടിച്ചു. അന്നേരം ബിലെയാം കാരണം അന്വേഷിക്കുന്നില്ല. ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണമേ, നാം തീറ്റിപ്പോറ്റുന്ന ഒരു നായ, ഉദാഹരണം ഞാൻ പറയാം, നമ്മൾ വിളിക്കുമ്പോൾ വരാതെ നമ്മുടെ അയലത്തുള്ള ഒരു വ്യക്തി അതിനെ വിളിക്കുമ്പോൾ അത് ഓടിച്ചെല്ലുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ വിളിച്ചിട്ട് ഈ നായ വന്നില്ല, എന്നിട്ട് ഈ അയലത്തുള്ളവർ വിളിക്കുമ്പോൾ പോകുന്നു, സഹിക്കുവാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ബിലെയാമിനും സഹിക്കുവാൻ കഴിഞ്ഞില്ല. അധരമന ഘടക ശന്തന റീകൽക്കമനം. ബിലെയാം എന്തു ചെയ്തു? വീണ്ടും കോപം ജ്വലിച്ച് ഈ കഴുതയെ അടിച്ചു. എന്തു തന്നെയാണെന്ന് പറഞ്ഞാലും ആ യജമാനന്റെ ഇഷ്ടത്തിന് ഈ കഴുത ഈ പ്രാവശ്യം വഴങ്ങിയില്ല. കാരണം അതിലും വലിയ ഒരുത്തന ഉയരത്തിലുള്ളത്. ഉദരമനഘടക ശംധുനി റീബൽക്കവൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രസൻസ് നാം അനുഭവിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അടുത്ത വാക്യത്തിൽ എന്നെ വളരെ ബലപ്പെടുത്തി കേട്ടോ. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. ഒന്നോർക്കണം, ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ മാനുഷ്യമായ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇതൊരിക്കലും സംഭവിക്കാൻ കഴിയാത്തതാ. ഒരു മിണ്ടാ പ്രാണിയായ കഴുതയുടെ വായ തുറന്നെന്ന് ശകൽ കമന ഘടക. ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ ലൈവിലൂടെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിൽ ദൂത് കൈമാറുന്നു. ആ കഴുതയുടെ വായ തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില തടങ്കൽ പാറ പോലെയുള്ള വിഷയങ്ങളെ മാറ്റുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും കേട്ടോ. അറാമന ജഗത്തുനി റംഷൽ ഖമാനകെ. ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, ഒന്നോർത്തെ, ഒരു മൃഗം മനുഷ്യനോട് വായ തുറന്ന് സംസാരിച്ചെന്ന്. ഇതൊരു കഥയല്ല, ഇതൊരു ഉപനിഷത്തല്ല, ഇതൊരു കെട്ടുകഥയല്ല. നാളുകൾക്ക് മുമ്പ് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ. നാളുകൾക്ക് മുമ്പ് ഈ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഒരിക്കലും മാനുഷ്യമായ നിലയിൽ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ആത്മകണ്ണ് പ്രകാശിക്കുന്നവൻ ഘടകം വിശ്വസിക്കുക തന്നെ ചെയ്യും. വർഷങ്ങളായി നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടന്ന കഴുത അർത്ഥൽഖമനഘടക ശംതുന യജമാനൻ എന്തു പറയുന്നു അതുപോലെ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന കഴുത. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ മൂന്നാമത്തെ പ്രാവശ്യം കഴുതയുടെ വായ തുറന്നു. റംഷൽ കമനഘടകം. എൻ്റെ ദൈവം പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിക്കാത്ത പ്രൈസലോ നാം ഇന്ന വ്യക്തിയെ നോക്കി കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ, അവനൊരു കഴിവുകെട്ടവനെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഇന്ന് ഈ ലൈവിലൂടെ ചില വ്യക്തികളോട് സംസാരിക്കുന്നത്, നിന്നെ നോക്കി കഴിവുകെട്ടവനെന്ന് പറയുമ്പോൾ, നിന്നെ നോക്കി കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ, നീ ആർക്കും ഒരു പ്രയോജനമില്ലാത്തവനെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിൽ പറഞ്ഞുകൊള്ളട്ടെ, ആ കഴുതിയുടെ വായെ എൻ്റെ ദൈവത്തിന് തുറക്കുവാൻ കഴിഞ്ഞെങ്കിൽ കുഞ്ഞേ, നീ മിണ്ടാതിരുന്നു. നിനക്കും ഒരു സമയം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. അർത്ഥൽ കമനഘടക
ശാന്തുന അതിനെ തടയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കേട്ടോ, ഇവിടെ കഴുതയുടെ വായ തുറന്നു. അടുത്ത വാക്യം നമ്മൾ ഇപ്രകാരം കൊടുത്തിരിക്കുന്നു. ഈ കഴുത ബിലയാമിനോട് പറയുക, ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. ഈ കഴുത ചോദിക്കുക, ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? കാരണം അറിയാതെ ബിലയാം ഈ കഴുതയെ അടിച്ചു. ബിലയാമേ, നിനക്ക് കാണുവാൻ കഴിയാത്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. നീ പ്രവാചകനാ, ഒക്കെ ശരിയാ, പക്ഷേ നിന്റെ ആത്മദൃഷ്ടി പ്രകാശിച്ചില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധ ആത്മാവിൽ ദൂത് കൈമാറിക്കൊള്ളട്ടെ. യൗവനക്കാരാ, സഹോദരാ, നമ്മുടെ ആത്മദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. കേട്ടോ, റംഷൽ പ്രകാശിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവിക ഹിതം, ദൈവിക വഴി തിരിച്ചറിയുവാൻ ഇടയാകണം. അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ നീ ഒരു കഴുതയെന്ന് സമ്മതിക്കണം കുഞ്ഞെ. ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടോ, ബിലയാമിനോട് കഴുത സംസാരിച്ചെന്ന്. എന്നാൽ ബിലയാമിന് മറുപടി പറയുന്നുണ്ട്. അതിൻ്റെ 29 വാക്യത്തിൽ പറയുക, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രയെന്ന്. ബിലയാം വിചാരിച്ചു ഈ കഴുത ബിലയാമിനെ കളിയാക്കിയതെന്ന്. അംശൽ ഖബന, ബിലയാമേ, നിനക്ക് പല കാര്യങ്ങളും തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പലരും പല കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ട്. നമുക്ക് പലതും തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തത് റംഷൽ ഖമന, നാം വിടക്കെന്ന് പറയുന്നവരെ കൊണ്ട് സ്വർഗീയ പിതാവ് എന്ത് ചെയ്യുന്നറിയോ? തിരിച്ചറിയിപ്പിക്കും. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. എൻ്റെ കയ്യിൽ വിനയം പറയാ, വാളുണ്ടായിരുന്നുവെങ്കിൽ നിന്നെ കൊന്നുകളയുമായിരുന്നു. ബിലയാമേ, ഒരു കാര്യമുണ്ട് കേട്ടോ, നീ ഒരു പക്ഷേ എൻ്റെ യജമാനനായിരിക്കും, എന്നാൽ നിനക്ക് മുകളിൽ ഒരു യജമാനനുണ്ട്. ആ യജമാനൻ അറിയാതെ എന്നെ തൊടുവാൻ കഴിയത്തില്ല. കുഞ്ഞെ, ദൈവിക ആലോചനയ്ക്ക് മുമ്പിൽ, ദൈവിക ശബ്ദത്തിന് മുമ്പിൽ ഈ ദിവസങ്ങൾക്ക് മുൻപോട്ട് പോകുമെങ്കിൽ ഒരുപക്ഷെ ആദ്യമൊക്കെ ചില കഷ്ടതയുടെ അനുഭവമായിരിക്കും, ആദ്യമൊക്കെ ചില നിന്ദയുടെ അനുഭവമായിരിക്കും, ആദ്യമൊക്കെ ചില ഒറ്റപ്പെടലിന്റെ അനുഭവമായിരിക്കും. എന്നാൽ പിന്നീട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിന്നിലൂടെയും എന്നിലൂടെയും വെളിപ്പെട്ട് വരും. ജഗൽതുനി, പ്രൈസ് ദി ലോർഡ്. അടുത്ത കാണുവാൻ സാധിക്കുന്നു, കഴുത ബിലയാമിനോട് പറയാ, ഞാൻ നിന്റെ കഴുതയല്ലയോ? ക്വസ്റ്റ്യൻ കേൾക്കണം. കാരണം ഇത്രയും വർഷക്കാലം യജമാനൻ എന്തു പറയുന്നോ അത് അതുപോലെ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വാഹന മൃഗമായിരുന്നു കഴുത. എന്നാൽ ഈ പ്രാവശ്യം പ്രൈസ് ദി ലോർഡ്, യജമാനനെ, നീ പറഞ്ഞത് എനിക്ക് അനുസരിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും നാളും നീ എൻ്റെ പുറത്ത് സഞ്ചരിച്ചു. നീ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനെതിരൊന്നും പറയാതെ ഞാൻ മുൻപോട്ട് പോയി. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നിന്നേക്കാളിൽ ഒരുവൻ, സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ച് വാളൂരി പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്ക് യജമാനനെ, ആ നിന്നേക്കാളും വലുത് എൻ്റെ ഉയരത്തിലുള്ളവനാ കേട്ടോ. അംശ റമന ജഗത്തുനി അന്തൽ കമന. ഇന്ന് പകൽ ഇത്രയും പറഞ്ഞിട്ടു താഴോട്ട് വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ബിനയാമിനോട് ഒറ്റ ചോദ്യം കരുത ചോദിക്കുക. യഹോവയുടെ ദൂതനുണ്ടല്ലോ,
ആ വായ തുറന്നു. ദൈവത്തിന്റെ ആത്മാവ് ആരിലൂടെയും സംസാരിക്കും കേട്ടോ. അതരഘടക ശന്തന സംസാരിക്കുന്ന വ്യക്തിയെ നമ്മൾ നോക്കരുത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയിൽ കൂടെ സംസാരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. കഴുത പറയുക, ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന്